Hi friends, good morning. It's me Simon YouTube channel. It's Simon Varghese Facebook. Simon Varghese Instagram welcomes you all. Have a fantastic positive day. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഒരു കമൻറ്റ്, ആഫ്രിക്കൻ പായലാണ് ഈ നെല്ലും ഈ പാടവും ഈ സൗന്ദര്യവും ഒന്നും അദ്ദേഹത്തിന് ദൃഷ്ടിപ്പെട്ടില്ല. അദ്ദേഹം ഈ കമൻ്റ് അടിച്ചു, ആഫ്രിക്കൻ പായലാണല്ലോ അപ്പടി. ശരിയാ, ഈ തോട്ടിൽ കുറച്ച് ആഫ്രിക്കൻ പായലുണ്ട്. ഗവൺമെൻറ് ഒരു വർഷത്തിൽ ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ് 2 തവണ ഇത് ക്ലീൻ ചെയ്യും. പക്ഷെ എന്നാലും വരും. പക്ഷേ അദ്ദേഹം ഓർക്കാത്തൊരു കാര്യമുണ്ട്, ഈ പാർക്ക് ഈ ആഫ്രിക്കൻ പായലും നമുക്ക് ഗുണം ചെയ്യുന്ന ആളാണ്. ഇപ്പോഴത്തെ ചൂട് എങ്ങനെയുണ്ട്? ഉച്ചയ്ക്കൊന്ന് ഇറങ്ങി നിന്നിട്ടുണ്ടോ? നല്ല ഉഗ്രം ചൂടാണ്, അൾട്രാ വയലറ്റ് രശ്മികളുള്ള ചൂടാണ്. ഈ പായലും കൂടി ഇല്ലെങ്കിൽ ഈ വെള്ളമെല്ലാം കൂടെ പറ്റിപ്പോയേനെ. പോയിട്ട് നല്ല ഉഗ്രം ഭയങ്കര മേഘ സ്ഫോടനങ്ങളുണ്ടാകും. അല്ലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് ഇനി എല്ലാ വർഷവും കേരളത്തിൽ മേഘസ്ഫോടനം ഉണ്ടാകും, കനത്ത മഴയുണ്ടാകും. അതിൻ്റെ കാരണം ഈ നീരാവിയാകുന്നത് സഹ്യമദ്യ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചു, സഹ്യപർവ്വം നമ്മളെ ചൂട് കാറ്റിൽ നിന്ന് രക്ഷിക്കുന്നു. ഇപ്പം അത് ശരിയായിരിക്കാം. പക്ഷെ അതോടൊപ്പം ഇപ്പോൾ ഈ കാർമേഘങ്ങളെ തടുത്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ തടുത്ത് നിർത്തുമ്പോൾ എന്ത് പറ്റും? മഴ വരുമ്പോൾ ഭയങ്കര മഴയായിരിക്കും. ഇനി മേഘസ്ഫോടനവും കുത്തൊഴിച്ചുള്ള മഴയൊക്കെ ഉണ്ടാകും. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പം നാം മനസ്സിലാക്കേണ്ടുന്നത്, ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒന്നിനൊന്ന് നമ്മളെ സഹായിക്കുന്നവയാണ്, മനുഷ്യന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് പറയാനുള്ളത്. നമ്മൾ എല്ലാം ചിലർക്ക് പൂച്ചയെ ഭയങ്കര ദേഷ്യമാണ്. പൂച്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ പൂച്ചെലിയെ പിടിക്കും എന്നുള്ള കാര്യം വേറെ. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് പറയും, വെറുതെ സൈമൺ, പൂച്ചെലിയൊന്നും പിടിക്കത്തില്ല. ഞാൻ ചതെന്താ, ഞങ്ങളുടെ എത്രമാളമായി ഞങ്ങൾ പൂച്ച വളർത്തുന്നു, പക്ഷെ ഒരു പൂച്ച എലിയെ പിടിച്ചാൽ. ഞാൻ ചോദിച്ചു, ശരി, നിങ്ങൾ പൂച്ചയ്ക്ക് എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കുന്നത്? ഞങ്ങൾ പൂച്ചയ്ക്ക് പാലും ബിസ്ക്കറ്റും കൊടുക്കും. അവന് എത്ര പ്രാവശ്യം കൊടുക്കും? ഞങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവരും കൊടുക്കും. പിന്നെ അവനെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. ഓമനിക്കുന്നുണ്ടോ? ഓമനിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ നമ്മുടെ സ്വഭാവം നിങ്ങൾക്കറിയാമോ? ചില വീട്ടിലെ പട്ടി ആരെ കണ്ടാലും കടിക്കും. ചില വീട്ടിലെ പട്ടി ആരെയും കടിക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം വീട്ടിലെ ആളുകളുടെ സ്വഭാവമാണ് വീട്ടുകാരുമായിട്ട് ജീവിക്കുന്ന, നമ്മൾ കേട്ടില്ലേ, സംസർഗ ഗുണദോഷ കഷണ്ടിയും, സംസർഗം കൊണ്ട് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ആളുകൾ ഭയങ്കര സ്നേഹമയവും എല്ലാം ഭയങ്കര പാത്സര്യം കൊടുക്കുന്നവരും എല്ലാം ശ്രദ്ധിക്കുന്നവരാകുമ്പം ആ പൂച്ചയിൽ ആ ഒരു എലിയെ പിടിക്കാനുള്ള വാസന ക്രമേണ ഇല്ലാതായി പോകും. അതിന് ആരെയും ഉപദ്രവിക്കുന്ന ഇഷ്ടമില്ല. അതൊരു നല്ല സ്നേഹത്തിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന പൂച്ചയായി മാറി. അതുകൊണ്ട് ആ പൂച്ച എലിയെ പിടിക്കാതെ. മറിച്ച് വിശന്ന് ജീവിക്കുന്ന പൂച്ചയാണ്, അത് പിടിക്കും. ഞാൻ കാണുന്നുണ്ട് എൻ്റെ വീടിന് ചുറ്റുമൊക്കെ ചില സ്ട്രേ ഡോഗ് പോലെ സ്ട്രേ ക്യാറ്റും ഉണ്ട്. ഇപ്പം അവർ വന്ന് കിളികളെ പിടിക്കാൻ എൻ്റെ വീട്ടിൽ വെള്ളം വെക്കുന്നതിന് ഞാൻ വെള്ളം വെക്കും കുടിക്കാൻ വേണ്ടി പക്ഷികൾക്ക്. അപ്പോൾ അവരെ പിടിക്കാൻ പൂച്ച 18 അടവും വൈകിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പാലും പഞ്ചസാരയും ബിസ്ക്കറ്റും കൊടുത്ത് വളർത്തുന്ന പൂച്ച എലിയെ പിടിക്കത്തില്ല, ഉറപ്പ്. അതുപോലെ തന്നെ ആ പട്ടി, ഞങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ള കാലം തന്നെ എൻ്റെ വീട്ടിലൊക്കെ പട്ടിയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയിട്ട് വരുന്നതാണ്. അമേരിക്കയ്ക്ക് പോയപ്പോൾ പട്ടിയെ വളർത്താൻ കൊടുത്ത പാട്ടി തിരിച്ചു വന്നപ്പോൾ പട്ടിയെ തരുന്നില്ല. പിന്നെ ഫ്രീക്വൻ്റ്ലി ഞങ്ങൾക്ക് ജേർണിയും വിസിറ്റും ഉള്ളതുകൊണ്ട് പിന്നെ പട്ടിയെ മേടിച്ചുമില്ല. മേടിക്കും, വലിയ താമസമില്ല, മേടിക്കും. ഈ പട്ടിയുടെ ABCD അറിയാം. അപ്പം ഈ പട്ടി കടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് പട്ടിയെ വടിയെടുത്ത് 4 അടി രാവിലെ കൊടുക്കണം. ഒരു കാര്യമില്ലാതെ, ഒരു കാര്യവും വേണ്ട. പട്ടിക്ക് ദേഷ്യം വരും, എന്നൊക്കെ വെക്കും. മൈൻഡ് ചെയ്യണ്ട, പോവുക. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വേറൊരു സമയത്ത് 4 അടി കൊടുക്കുക.
കുറച്ച് ദിവസം പട്ടി അങ്ങ് ഭയങ്കരമായിട്ട് കടിക്കും. പക്ഷേ യജമാനെ കടിക്കത്തില്ല. ഈ നമ്മുടെ നാടൻ പട്ടിക്ക് ഒത്തിരി അമ്മയും അപ്പനും എല്ലാം യജമാനാണ്. പക്ഷേ ഈ ഫോറിൻ ബ്രീഡ് പട്ടിക്കൊക്കെ ഒറ്റ യജമാനേ ഉള്ളൂ. ഗൃഹനാഥനല്ലേ ഗൃഹനാഥ. നല്ല ഷൂസ് ഇട്ട് നല്ല ശബ്ദത്തിൽ നടക്കുന്ന ആളെ അവനങ്ങ് ഗൃഹനാഥനാക്കും. ആക്കിയാൽ പിന്നെ അവനെ ബീഡ് ചെയ്യത്തുള്ളൂ. ഈ 3-4 പ്രാവശ്യം ഇങ്ങനെ അടിച്ച് കഴിയുമ്പോഴേ പട്ടിയൊക്കെ മുറുകും. പിന്നെ ആഴ്ച 2 അടി കൊടുക്കണം. ഇടയ്ക്കൊക്കെ തലങ്ങും വിലങ്ങും അടിക്കണം. അവൻ കടിച്ചിരിക്കും. അവൻ നമ്മളെ ട്രസ്പാസസിനെ മതിലിയാടി വരുന്നതിനെ കടിച്ചിരിക്കും. മറിച്ച് ഓമനിച്ച് പുന്നാരെ ചക്കരയെന്ന് വിളിച്ച് പാലും പഴവും കൊടുത്ത് ഇറച്ചിയും മീനും കൊടുത്ത് 3 നേരം ഭക്ഷണവും കൊടുത്ത് അവൻ കടിക്കത്തില്ല. അവൻ സുഖമായിട്ട് ഉറങ്ങും. നമ്മളെപ്പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പട്ടിക്കൊക്കെ 1 നേരമേ കൊടുക്കത്തുള്ളൂ. 1 നേരം കഴിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ദഹിക്കും. അന്നേരം തൊട്ട് അടുത്ത ദിവസം കിട്ടാൻ വേണ്ടി അവൻ കാത്തിരിക്കുക. ഈ സന്ദർഭത്തിൽ ഈ പാതിരാക്കി അവൻ ഉറങ്ങാൻ പറ്റിയ വിശപ്പുണ്ട്, ഉറങ്ങത്തില്ല. നേരം വെളുത്താലേ ഫുഡ് കിട്ടത്തുള്ളൂ. അതും കാത്തിരിക്കണം. 11 കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവന് എപ്പോഴും വിജിലായിരിക്കും. വിജിൽ. കള്ളൻ കടന്നു വന്നാൽ അവൻ്റെ തുടയും കൊണ്ട് ഇവൻ പോവും. പകുതി വിശപ്പ, പകുതി ദേഷ്യ. അത്തരത്തിലാണ് ഇതിനെയൊക്കെ വളർത്തി അതിനെ പരിശീലിപ്പിച്ചെടുക്കുക. ഇതിനൊരു സൈക്കോളജി ഉണ്ട്. ഒരു വീട്ടിലെ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും സ്വഭാവമായിരിക്കും 90% ആ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കും. അത് നമ്മൾ വളരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന പട്ടി പോലും ഇങ്ങനെയുള്ളവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അതുങ്ങൾ ഒരാട്ടിൻകുട്ടിയെ പോലാവും. ലൈക്ക് എ ലാമ്പ്. ഓക്കെ, ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം വളരെ ഭയങ്കര ഭംഗിയുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടായിരുന്നു. ഇങ്ങനെ വയലോലങ്ങൾ. ഇത് എൻ്റെ തരത്തിൽ കാറ്റടിച്ച് ഇങ്ങനെ പോവുക. ഞാൻ കാര്യം 1 മണിക്കൂർ എക്സർസൈസ് ചെയ്യുക. കഠിന എക്സർസൈസാണ്. വേർത്ത് കുളിച്ചിട്ട് ഇപ്പോൾ ഞാൻ കണ്ട് സ്മാർട്ടായില്ലേ, ബോഡിയൊക്കെ കണ്ട് നല്ല ഉണ്ടെങ്കിൽ ആ കാറ്റ് എങ്ങനെ അടിക്കുക, അതിൻ്റെ ഒരു സുഖം നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ AC ഒക്കെ ഇട്ട് കിടന്നുറങ്ങുന്നത്. പക്ഷേ അതിൽ സുഖത്തിലായി എക്സർസൈസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ യുവാക്കളെ നിങ്ങൾ എക്സർസൈസ് ചെയ്യണം. ഇപ്പം കാലൻ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പച്ചന്മാരെ അമ്മച്ചിയൊന്നുമില്ല. ഈ അപ്പച്ചൻ ചത്തുപോട്ടെ, ഈ അമ്മച്ചി ചത്തുപോട്ടെ എന്നൊക്കെ പറയാൻ വേണ്ട. പോകുന്നത് നിങ്ങളായിരിക്കും. ഇപ്പോഴത്തെ ഫെനോമിനം നോക്കിക്കോ, പത്രം എടുത്ത് നോക്കിക്കോ. എല്ലാം 40, 35, 38, 45 തട്ടിപ്പോകുന്നത്. പക്ഷെ അവരുടെ സ്വപ്നങ്ങൾ എന്തെല്ലാം ബാക്കിയാണ്. ഈ അപ്പനും അമ്മയും ഞാൻ എന്ത് ചെയ്യും, ഞാൻ അമേരിക്ക ജോലിക്ക് പോയി അപ്പനും അമ്മ എന്നിങ്ങനെ നോക്കുമെന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ചിരിക്കുന്ന പാർട്ടിയാണ് അടിച്ചു പോകുന്നത്. ഈ അപ്പനും അമ്മയും അവൻ്റെ കൊച്ചുങ്ങളെ നോക്കേണ്ട സ്ഥിതിയിലാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യു മസ്റ്റ് വേക്ക് അപ്പ് ഇൻ ദി ഏർലി മോർണിംഗ് and do some exercise or walk regularly, consistently. Definitely you must walk 24 minutes at a time. 24 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ ശാസ്ത്രം പഠിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു എക്സർസൈസിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞു. 24 മിനിറ്റ്സ് വിതൗട്ട് ബ്രേക്ക് കണ്ടിന്യൂസ് വാക്കിംഗ്. ഓക്കെ, പിന്നെ എന്തിനും മിടുക്കൻ എക്സസൈസ് ചെയ്യുന്നത്. എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയാനും ചോദിക്കാം. എത്ര വയസ്സുണ്ട്? 30 അത് ശരി. ജിമ്മിൽ പോകുന്നുണ്ടല്ലേ? എന്ത് ചെയ്യുക? ബാങ്ക് വർക്ക്. എന്നാലും പറഞ്ഞില്ല, സ്റ്റേറ്റ് ബാങ്കിലാണോ? HDFC. അതെവിടെ, മാനേജറാണോ? എവിടെയാ? എൻ്റെ വീടിനടുത്താണ് HDFC ബ്രാഞ്ച്, ചിങ്ങാനത്ത്. ഞാൻ എൻ്റെ താഴെയായിട്ട് നമ്മുടെ സിബിയുടെ ഒക്കെ വീടിനടുത്താണ്, കുളങ്ങര. അറിയോ? അത് ബിസിനസ്സുകാരായിട്ട് ചിലപ്പോൾ നിങ്ങൾ അറിയും. അതിനടുത്താണ്. ഞാനൊരു ഗവൺമെൻറ് ഓഫീസറായിരുന്നു. എൻ്റെ പേര് പറയുന്നത് മോശമല്ലെന്ന് നടത്താം. സൈമൺ. എങ്ങനെയുണ്ട്? എന്നും എക്സസൈസ് ചെയ്യുന്നുണ്ടോ? എന്താണ് ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ എന്താണ്? ഒന്നുമില്ല. ഈ യുവാക്കളുടെ ഇടയിൽ ഈ ഒരു മോർട്ടൽ റേറ്റ് അറിഞ്ഞിട്ട് വല്ലതും ആണോ എന്നറിയാൻ ഞാൻ ചോദിച്ചത്. ഈ ചിങ്ങാണ് തന്നെ 30-40 പേര് ഈ പ്രായത്തിൽ മരിച്ചിട്ടുണ്ട്. ലാക്ക് ഓഫ് എക്സസൈസ് ആൻഡ് മോർ ഫുഡ്, അങ്ങനെയൊക്കെ. ഒത്തിരി ഭക്ഷണം കഴിക്കുക എക്സസൈസ് പറയുമ്പം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഡോക്ടർമാരുടെ ഇടയിലാണ്. അവർക്ക് എക്സർസൈസ് കുറവാണ്. ഇപ്പോൾ അവരെല്ലാം തുടങ്ങി
അവരുടെ IMA എല്ലാം പറഞ്ഞ് എല്ലാവരും എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എക്സസൈസ് ചെയ്യണം, ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ഒരു പഠിച്ചിട്ട് ചെയ്യുന്നതാണോന്നറിയാൻ ഞാൻ ചോദിച്ചത്. ഞാനൊക്കെ ചെയ്യുന്ന സയൻറ്റിഫിക്കലി പഠിച്ചിട്ടാണ്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. പേര് പറഞ്ഞില്ല. ഞാൻ സൈമൺ. നൈസ് മീറ്റ്. ഞാൻ സംസാരിച്ചത് നിങ്ങളുടെ കാണാൻ വേണ്ടിയാണ്. മിടുക്കനായ പയ്യനല്ലേ? അവൻ എന്നും രാവിലെ എക്സസൈസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് ജിമ്മിലും പോകുന്നുണ്ട്, ബട്ട് എക്സസൈസും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യണം, ഏർലി മോർണിംഗിൽ ഉണരണം. ആവശ്യമില്ലെങ്കിൽ ഒരു 10, ഞാൻ എല്ലാ ദിവസവും 10:30 ആകുമ്പോൾ ഉറങ്ങും. പിന്നെ അത്യാവശ്യം ഇരിക്കുന്ന കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാത്തലിക്സ് അല്ലേ, അപ്പോൾ കാത്തലിക്സിന് രാത്രി 12 മണിക്കാണ് കുർബാന. ഈ മാതാവിൻ്റെ പെരുന്നാളും നമുക്ക് ആണ്ടുപുറപ്പ് 1-ാം തീയതി കുർബാനയൊക്കെ രാത്രി 12 മണിക്ക്. ക്രിസ്മസിന് 11 മണിക്ക് ആരംഭിച്ച് 1 മണിയൊക്കെ ആകുമ്പോഴെത്തിയിരുന്നു. ആ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഈ ഉറക്കളയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങിക്കളയും. എന്നുവെച്ചാൽ ഞാനൊരു 10:30 ആകുമ്പോൾ ഉറങ്ങിയാൽ 4:30 ആകുമ്പോൾ എഴുന്നേൽക്കും, 5 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങും, 6 മണി വരെ പ്രാർത്ഥന, 7 മണിക്ക് മോർണിംഗ് വാക്ക്, പിന്നെ എക്സർസൈസ്, എല്ലാം കൂടെ 8 മണി 8:15 വരെയാണ്. ഇതൊരു റുട്ടീൻ പോക്കാണ്. അത് കഴിഞ്ഞൊരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഒരു ക്ഷീണവും ഇല്ല, അടിപൊളിയല്ലേ. ഞാനിതെപ്പോഴും പറയുന്നത്, പൊങ്ങച്ചം പറയാനോ ഞാൻ വലിയ ആളാണ്, ഞാൻ വെറും സാധാരണ മനുഷ്യനാണ്. പക്ഷേ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കണമെങ്കിൽ എത്ര പേരാ ചിങ്ങോണ്ട് തന്നെ വലിയ വലിയ ബിസിനസ്സുകാർ വരെ മരിച്ചുപോയി, എക്സസൈസിൻ്റെ കുറവ് കൊണ്ട് തന്നെ. പിന്നെ ഭക്ഷണം അധികം കഴിക്കരുത്. ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഭക്ഷണം കഴിക്കരുത്. ഒരു ചെറിയ 2 ചപ്പാത്തി എൻ്റെ രീതിയാണ്. ഒരു മുട്ട, ഒരു കോഴിമുട്ടയോ താറാമുട്ടയോ, യൂഷ്വലി താറാമുട്ടയായിരിക്കും. ഒരു 11 ആകുമ്പോൾ ഒരു ചായ കുടിക്കും, കിട്ടിയാലൊരു വടയും തിന്നും. എൻ്റെ ഒരു അമിത ചിലവ് അതാണ്. 40 രൂപ, 30 രൂപ, 40 രൂപ. ഉച്ചയ്ക്ക് 1 കപ്പ് ചോറ്, അത് ഈ നമ്മളെ കറുത്ത അരിയില്ലേ, തവിട്, മോർ ദാൻ 50% അതൊക്കെ അതിന് വില കൂടുതലാണെന്ന് തോന്നുന്നു. അറൗണ്ട് 100 റുപ്പീസ് വിലയാണ് കിലോയ്ക്ക്. പക്ഷേ 2 കിലോ മേടിച്ചാൽ എനിക്കും ഭാര്യയ്ക്കും കൂടെ 1 മാസം തികയും. ഇത് അധികം കഴിക്കില്ല നമ്മൾ, അപ്പടി ഫൈബർ അതിനകത്ത്, ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്, അത് ഞാൻ കഴിക്കും. പിന്നെ 4 മണിക്കൊരു ചായ, എന്തെങ്കിലും ഒരു സ്നാക്ക്, അല്ല ഈ ഉപ്പില്ലാത്ത ബിസ്ക്കറ്റ്, മധുരമില്ലാത്ത ബിസ്ക്കറ്റ് കണ്ടെന്ന്. വൈകിട്ട് ഒരു ചപ്പാത്തി, എന്തെങ്കിലും കുറച്ച് കറി, ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഡയബറ്റിക് ആയിരുന്നു അറിയാം, 34 വർഷം കഴിഞ്ഞു. അപ്പം 20 വർഷം കഴിഞ്ഞപ്പം ഡയബറ്റിക് വന്ന് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതായി, പ്രഷർ രോഗിയായി, ഹൈപ്പർ ടെൻഷൻ അതെല്ലാം ഉണ്ടായി. പക്ഷേ 1 മാസമായി ഡോക്ടർ പറഞ്ഞു ടാബ്ലറ്റൊക്കെ നിർത്തിയേക്കാൻ പറഞ്ഞു. പ്രഷറെല്ലാം നോർമലാണ്, ടാബ്ലറ്റ് വേണ്ട, അങ്ങനെ നിർത്തിയിരിക്കുക. പക്ഷെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്തോളൂ പറഞ്ഞു ഡോക്ടർ. പിന്നെ ഡയബറ്റിക്കും വളരെ കുറവാണ്, മരുന്നൊക്കെ എടുക്കുന്നു. പിന്നെ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ 34 ഇയേഴ്സ് ആയപ്പം കിഡ്നിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 1.4 വന്നു, ഇപ്പോൾ 1.3 ഡോക്ടർ നമുക്കത് 1 ആക്കിയാൽ പിന്നെ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആകുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പം അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു കാറ് വാങ്ങിച്ചു, നിങ്ങൾ ഫ്രീക്വൻ്റായിട്ട് അതിനെ സർവീസ് ചെയ്യും, എൻജിൻ ഓയിൽ മാറും, എല്ലാം ചെയ്യും അല്ലേ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒരു ഇയർലി ഒരു ഫ്രീ ചെക്കപ്പ്, ഓൾ ബോഡി ചെക്കപ്പ് നടത്താറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പം എന്നും ഒരേ എക്സസൈസ് ചെയ്യുക, കുറച്ച് മാറ്റി ചെയ്യാറുണ്ടോ? പുതുമകൾ ആഡ് ചെയ്യാറുണ്ടോ? ഞാൻ എക്സസൈസ് ചെയ്യുമ്പം എന്തെങ്കിലും 1-2 പുതിയത് ചെയ്യും, നമ്മുടെ ബോഡിക്ക് ഒരു ചെറിയ കണക്കൂട്ട് തെറ്റിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്നാണെന്നറിയോ, നിത്യത്തൊഴിൽ അഭ്യാസം എന്നായി പോകും. ഈ എക്സസൈസ് ഗുണപ്പെടാത്തൊരു രീതിയുണ്ട്. എന്നും ഒരേ എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ബോഡി അതിനുള്ള സൂത്രപ്പണി കണ്ടുപിടിക്കും. ഈ 100 കിലോ ചുമക്കുന്ന അവരെങ്ങനെ ചുമക്കുന്നത്? ആദ്യമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്, പിന്നെ ബുദ്ധിമുട്ട് അവർ നിത്യത്തൊഴിൽ അഭ്യാസമായിട്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുക. ഇന്ന് 30 എക്സസൈസ്, നാളെ 35 ചെയ്യുക, പിന്നെ 28 ചെയ്യുക. ബോഡിയുടെ ആ ഒരു ഫ്രീക്വൻസി മാറ്റി വിടാൻ വേണ്ടിയാണ്.
ഒരേപോലെ ചെയ്യരുത്. ഒന്നോ നമ്പർ കൂട്ടുക. അതുപോലെ എക്സസൈസിൻ്റെ രീതി മാറ്റുക. അപ്പം നമ്മൾ മാറി മാറി ചെയ്യുമ്പം അതിൻ്റെ വ്യത്യാസം വരും. ഓക്കെ, എനിഹൗ നമ്മൾ ഒരു ചെറിയ വിഷയത്തിൽ ആരംഭിച്ചതാണല്ലേ, പോള. അപ്പോൾ പോളയും നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നും നമുക്ക് എതിരായിട്ടുള്ളതല്ല. യെസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് അത്യാവശ്യം വേണം അതിനെയൊക്കെ പിടിച്ച് തിന്നുകയും ചെയ്യാം. മുയലിനെ പിടിച്ച് തിന്നാം, കോഴിയെ തിന്നാം. ഇതെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ടി വിയിലിട്ട് കാണാം, കുഞ്ഞുങ്ങളെ കാണിക്കാം. അങ്ങനെ വിദേശത്തുള്ളവരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പറയാം, അവരിങ്ങോട്ട് പറയും. ന്യൂസിലാൻഡിലും അവർ ഓസ്ട്രേലിയയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ചാനലിട്ട് കുഞ്ഞുങ്ങളെ കാണിക്കുമെന്ന് പറയും. പോസിറ്റീവ് ചാനലായതുകൊണ്ട് ധൈര്യമായിട്ട് കാണിക്കാമല്ലോ സാറേ എന്നൊക്കെ പറയും. അപ്പോൾ നല്ല ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ബി പോസിറ്റീവ് ഓൾവേസ്. നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ ഒരുമാതിരി മുട്ടുവേദന, കാലുവേദന, എളിവേദന എല്ലാം മാറും. കുശുമ്പും അസൂയ മനസ്സിൽ നിന്ന് മാറിയാൽ നിങ്ങൾ ഹെൽത്തി ആകാൻ തുടങ്ങും. കുശുമ്പും അസൂയ മനസ്സിൽ വെച്ച് നടക്കുമ്പോഴാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്, നിങ്ങളറിയാതെ. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കി അടിപൊളിയായിട്ട് ജീവിക്കാം. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.